ഇനി നമുക്ക് കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥിയുടെ ഒരു സെറ്റ് പത്രിക തിരികെ നൽകിയിരിക്കുകയാണ്. പിന്തുണച്ചവരുടെ ഒപ്പ് രേഖപ്പെടുത്താത്തതാണ് കാരണം. LDF എതിർപ്പുന്നയിച്ച പത്രികകൾ വിശദ പരിശോധനയ്ക്കായി മാറ്റിയിരിക്കുന്നു. കുട്ടനാട്ടിലുള്ള UDF സ്ഥാനാർത്ഥി 3 സെറ്റ് പത്രിക സമർപ്പിച്ചിരുന്നു. അതിൽ ഒരു സെറ്റ് പത്രിക ഓൾറെഡി തള്ളി. ഇനി 2 സെറ്റ് പത്രികയാണുള്ളത്. അതിൽ ഞങ്ങൾ ഒബ്ജക്ഷൻ റേസ് ചെയ്ത് ഫോം 26 സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എല്ലാ ക്രിമിനൽ കേസുകളും പരാമർശിക്കേണ്ടിയിരുന്നു. അദ്ദേഹം ഒരു കേസ് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. രാമങ്കരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുള്ള ഒരു കേസിനെ പറ്റി മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലുള്ള ഒരു കേസിനെ പറ്റി അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലത്തിൽ പരാമർശമില്ല. അങ്ങനെ ഒരു സപ്രഷൻ ഓഫ് ഫാക്ട്, അങ്ങനെ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് നോമിനേഷൻ ഫയൽ ചെയ്തിരിക്കുന്നതെന്ന ഗ്രൗണ്ടിൽ ഞങ്ങൾ ആ നോമിനേഷൻ ഒബ്ജക്റ്റ് ചെയ്തു. അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് ഒബ്ജക്റ്റ് ചെയ്തു. നാളെ 10 മണിക്ക് ഹിയറിങ്ങിന് വെച്ചിട്ടുണ്ട്. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ട് ചേരുകയാണ്. രഘു, ഇങ്ങനെ ഒരു പത്രിക തിരികെ നൽകുന്ന ഒരു സാഹചര്യം, അതായത് ഒരു സെറ്റ് പത്രിക തിരികെ നൽകിയിരിക്കുന്നു. അദ്ദേഹം 2 സെറ്റ് 3 സെറ്റ് എത്ര സെറ്റുകളായിരുന്നു കമ്മീഷന് മുൻപാകെ സമർപ്പിച്ചിരുന്നത്? സാങ്കേതികമായിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഇനി എങ്ങനെയാണ് അതിന്റെ നടപടികൾ? കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവുമായ റെജി ചെറിയാൻ 3 സെറ്റ് പത്രികയാണ് നൽകിയത്. അതിലൊരു സെറ്റ് പത്രിക ഇപ്പോൾ തന്നെ തള്ളിയിട്ടുണ്ട്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് പിന്തുണച്ചവരുടെ ഒപ്പ് ആ പത്രികയിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. മറ്റ് 2 പത്രികകളാണ് ഭരണാധികാരിയുടെ മുമ്പിലുള്ളത്. അതിൽ LDF മുന്നോട്ട് വെച്ച ആക്ഷേപം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ 2 കേസുകൾ കോടതിയിൽ നിലവിലുണ്ട്. അതിൽ ഒരു കേസ് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ, രണ്ടാമത്തെ കേസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. തർക്കം രൂക്ഷമായതിനെ തുടർന്ന് ഹിയറിംഗിനായി നാളെ 10 മണിക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതെല്ലാം ഭരണാധികാരിയുടെ അധികാരമാണ്. നിയമത്തിൽ നിലവിൽ ഉള്ള ചട്ടപ്രകാരം എന്താണ് നടപടികൾ സ്വീകരിക്കേണ്ടതെന്നുള്ളത് ഭരണാധികാരിയാണ് തീരുമാനിക്കേണ്ടത്. നാളെ 10 മണിയോടുകൂടി അതിനുള്ള തീരുമാനമുണ്ടാകും. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ പോലെ തന്നെ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് കുട്ടനാടും. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി UDF അവിടെ ജയിച്ചിട്ടില്ല. എന്നാൽ ഇത്തവണ റെജി ചെറിയാനിലൂടെ ആ സീറ്റ് നേടിയെടുക്കാമെന്നുള്ളതാണ് UDFന്റെ പ്രതീക്ഷ. വിമതശല്യം ഉണ്ടെങ്കിൽ പോലും എന്തായാലും നാളെ രാവിലെ 10 മണിയോടുകൂടി സ്വന്തമാക്കാമെന്നുള്ളതാണ് UDF പ്രതീക്ഷയെങ്കിൽ പോലും അതിനെതിരെ ആഭ്യന്തരമായിട്ട് നിരവധി പ്രശ്നങ്ങൾ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ റെജി ചെറിയാൻ ഒരു സെറ്റ് പത്രിക അത് തിരികെ നൽകിയിരിക്കുന്നുള്ള വിവരം വരുന്നത്.